ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരുപാട് കഷ്ടപ്പെട്ട് എഴുതിയതും വരച്ചതും ഒക്കെയല്ലേ, 4 മനുഷ്യര് കാണട്ടെ. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ, നശിപ്പിക്കണ്ട. ഇതിപ്പോ നമ്മൾ എടുത്തു മാറ്റിയ ഇന്ന് രാത്രി ഇതിലും കടുപ്പമുള്ള പടങ്ങൾ വെക്കും. എന്തായാലും ശത്രുക്കൾ നിനക്ക് ദിവസം ചെല്ലുന്തോറും കൂടിക്കൊണ്ടിരിക്കുക വിഷ്ണു. രക്ഷപ്പെടാനായി നീ കഷ്ടപ്പെടുമ്പോ നിന്നെ നശിപ്പിക്കാനായി ഓരോ ദിവസവും അവർ ഓരോ പദ്ധതികൾ ഇടുന്നു. അതിലൊക്കെ കൃത്യമായി നീ വീണു പോകുന്നുണ്ടല്ലോ. ഈ വീഴ്ച വരാനിരിക്കുന്ന ഉയർത്തെഴുന്നേപ്പിന്റെ മുന്നോടിയാണിക്ക. ചെയ്തതെല്ലാം എണ്ണി എണ്ണി ഓരോരുത്തർക്കുമായി വീതിച്ചു കൊടുക്കുന്ന ഒരു പകരം വീട്ടൽ അതെന്നെ മനസ്സിൽ ഞാൻ കുറിച്ചിട്ടുള്ളതാ. വിഷ്ണു, സാത്താന്മാർക്ക് ശിക്ഷ കൊടുക്കേണ്ടത് അള്ളാഹുവാ. അവരത് ഏത് ദുനിയാവിൽ പോയി ഒളിച്ചാലും പടച്ച തമ്പുരാൻ അവരെ കണ്ടുപിടിക്കുക തന്നെ ചെയ്യും. നമുക്ക് നമ്മുടെ സങ്കടങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ. ശിക്ഷാവിധികൾ കൊടുക്കുന്നതും അതെന്താണെന്ന് തീരുമാനിക്കാനുള്ള അവകാശവും അവന് വിട്ടുകൊടുത്തേക്ക്. അവനത് ഭംഗിയായി ചെയ്ത് നമുക്ക് മുന്നിൽ കാണിച്ചു തരും. ഇക്ക ഭൂമിയോളം താഴ്ന്നു നിൽക്കുന്നതിന് തലയൊന്ന് ഉയർത്തിപ്പിടിച്ച് നിവർന്നു നിൽക്കാൻ ഒരു ആഗ്രഹം കാണില്ലേ? എനിക്ക് പക്ഷെ ഇപ്പൊ അതൊരു ആഗ്രഹമല്ല, എന്റെ നിവൃത്തികേടാ. തല ഉയർത്താതെ മാർഗമില്ലെന്നുള്ള നിവൃത്തികേട്. അതുകൊണ്ട് എന്ത് പ്രതിസന്ധി വന്നാലും ഞാൻ ഈ തല നിവർത്തിപ്പിടിക്കുക തന്നെ ചെയ്യും. അതിന് തടസ്സം വരുന്ന തലകളെടുക്കാൻ എനിക്കൊട്ടും മടിയില്ല. കൂടെ ഉണ്ടാവും. ഇനി യുദ്ധത്തിനായാലും സമാധാനത്തിനായാലും പണത്തിനായാലും ആയുധബലത്തിനായാലും എന്നെ കൊണ്ട് ചെയ്യാവുന്നതെല്ലാം ഞാൻ നിനക്ക് വേണ്ടി ചെയ്തിരിക്കും. ഇതൊരു മുസൽമാന്റെ വാക്കാ. തല പോയാലും അത് മാറില്ല. അതെ, മേഡം വരുമ്പോഴേ പോയി ചോദ്യങ്ങളൊന്നും ചോദിക്കരുത്. ഈ കാഴ്ചകളെല്ലാം കാണാനുള്ള അവസരം കൊടുക്കണം. ഇത് കണ്ട് മാനസികമായി തകർന്നു നിൽക്കുന്ന സമയത്ത് നിങ്ങൾ വരാവൂ. നിങ്ങളിപ്പോ തൽക്കാലം ഇങ്ങോട്ട് മാറി നിൽക്കുക. എന്താ ഇവിടെ എല്ലാരും കൂടി നിൽക്കുന്നത്? നമ്മുടെ കളക്ടറെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത് കണ്ട് കൂട്ടത്തോടെ നിന്ന് ആസ്വദിക്കുകയാണല്ലേ? ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ കാര്യങ്ങൾക്ക് കൈ അയച്ച് സഹായിച്ചിട്ടുള്ളതല്ലേ? ഇങ്ങനെ തന്നെ പെരുമാറണം. ആളെത്തി. പക്ഷെ ഇതൊക്കെ കണ്ട് പൊട്ടിക്കരഞ്ഞോണ്ട് ആ കാര്യം തന്നെ തിരിച്ചു പോകാനും സാധ്യതയുണ്ട്. അമ്മാതിരി എഴുത്താണല്ലോ എഴുതി വച്ചേക്കുന്നത്. അനു, വേണ്ട അനു. മേഡം, അത് എന്തിനാ അതൊക്കെ കേറുന്ന? നമ്മുടെ സഹപ്രവർത്തകർക്കിടയിൽ ഒരുപാട് കലാകാരന്മാരും കലാകാരികളും ഉണ്ടെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഒരുപാട് കഷ്ടപ്പെട്ട് എഴുതിയതും വരച്ചതും ഒക്കെയല്ലേ, 4 മനുഷ്യര് കാണട്ടെ. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ, നശിപ്പിക്കണ്ട. ഇതിപ്പോ നമ്മൾ എടുത്തു മാറ്റിയ ഇന്ന് രാത്രി ഇതിലും കടുപ്പമുള്ള പടങ്ങൾ വെക്കും. ഇതിപ്പോ എന്തായാലും ഇവിടെ വന്നിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. ഇനി നമ്മൾ കാരണം അണിയറയിൽ ഒരുങ്ങുന്ന മറ്റു ചിത്രങ്ങൾക്ക് കൂടി റിലീസിംഗ് ഡേറ്റ് കൊടുക്കണോ? പിന്നെ ഇത്തരം സ്കൂൾ കോളേജ് സംഭവങ്ങൾ കൊണ്ടൊന്നും നമ്മളെ അങ്ങനെ തളർത്താൻ പറ്റില്ലെന്ന് അവരൊന്നും അറിയട്ടെ.
വരയും കുറിയും പ്ലേ കാർഡും ഒക്കെ കണ്ട് പൊട്ടി തകർന്ന് നിൽക്കുകയല്ലേ. ഞാൻ ചെന്ന് ഒരല്പം നമ്പർ അടിച്ച് നിൽക്കും. അപ്പോഴേക്കും വന്നേക്കണം. ചോദ്യങ്ങൾ ചോദിച്ച് നാണം കെടുത്തണം. അതെങ്ങനെ ചോദിക്കണമെന്ന് ഞാൻ നിങ്ങൾക്ക് പ്രത്യേകം പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. സുസ്മിതയുടെ കയ്യിൽ നിന്ന് തുട്ടുകളെ എണ്ണി വാങ്ങിച്ചതല്ലേ, അതിന്റെ കൂറ് ഇവിടെ കാണിക്കണം. അപ്പൊ പറഞ്ഞു പോരെ. ഓക്കെ ഓക്കെ. മാഡം, ഞാൻ കുറച്ച് ലേറ്റായിട്ടാ വന്നത്. ഇവിടെ ഈ പോസ്റ്ററുകൾ എഴുതി ഒട്ടിച്ചത് ആരായാലും അവർക്കെതിരെ ADM എന്ന നിലയിൽ ഞാൻ ആക്ഷൻ എടുത്തിരിക്കും. ഹ, നമ്മളോടൊപ്പം നിന്നുകൊണ്ട് നമുക്കെതിരെ കരിവാരി തേക്കുന്നത് ആരാണെന്ന് അറിയണല്ലോ. 1-2 പേരെ സംശയം ഉണ്ടായിരുന്നു. അവരെ പോയി കണ്ടിട്ടാ ഞാനീ വരുന്നത്. ജോൺ എനിക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അല്ലേ? അല്ല, അത് പിന്നെ മാഡം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഞാൻ അറിയാതെ പ്രതികരിച്ചു പോകും മാഡം. ഓ, പഴയ കോളേജ് യൂണിയൻ ആർട്സ് ക്ലബ് സെക്രട്ടറിയുടെ ആവേശം സടകുടഞ്ഞെഴുന്നേക്കുക അല്ലേ? അനീതി അത് എവിടെ കണ്ടാലും ഞാൻ വെച്ച് പൊറപ്പിക്കില്ല മാഡം. മാഡം, ഇതിനെക്കുറിച്ച് ഏയ്, ഒരാളും മാഡത്തെ ശല്യപ്പെടുത്തരുത്. മാറി നിൽക്കേ, മാറ്. മാഡം, ഈ പറയുന്നതിൽ വല്ല സത്യമുണ്ടോ? എന്ത് പറയുന്നതിൽ? നിങ്ങൾ അതാദ്യം പറയൂ. മാഡത്തിന്റെ ഹസ്ബൻഡ് 1-ാം നമ്പർ സ്പിരിറ്റ് കച്ചവടക്കാരനാണെന്ന് പറയുന്നുണ്ടല്ലോ. ആരാണിതൊക്കെ പറയുന്നത്? അവരോടല്ലേ ഈ ചോദ്യം ചോദിക്കേണ്ടത്. എന്റെ അറിവിൽ എന്റെ ഹസ്ബൻഡിന് അങ്ങനെ ഒരു ബന്ധമേ ഇല്ല. പിന്നെ ലോറിയിൽ നിന്ന് പിടിച്ചെടുത്തത് വീഞ്ഞായിരുന്നോ മാഡം? വീഞ്ഞായിരുന്നോ പാലായിരുന്നോ അതോ വെറും കഞ്ഞിവെള്ളമാണോ എന്നൊക്കെ അത് വെച്ചവർക്കല്ലേ അറിയാൻ പറ്റൂ. ഞാൻ ഒരാളെയും, അതിപ്പോ എന്റെ ഹസ്ബൻഡ് ആണെങ്കിൽ പോലും, എന്റെ അധികാരപരിധിയിൽ നിന്നുകൊണ്ട് സഹായിച്ചിട്ടില്ല. പിന്നെ തെറ്റ് ചെയ്തവരാരാണെങ്കിലും ശിക്ഷിക്കപ്പെടണം. അതിവിടുത്തെ നിയമം അനുശാസിക്കുന്നതാണ്. അവിടെ മറ്റു ബന്ധങ്ങൾക്കൊന്നും ഒരു സ്ഥാനവുമില്ല. മാഡത്തിന്റെ ഹസ്ബൻഡ് ഒളിച്ചു താമസിക്കുന്നത് മാഡത്തിന്റെ വീട്ടിൽ തന്നെയാണെന്ന് പറയുന്നുണ്ടല്ലോ. അത് കണ്ടുപിടിക്കാനാണ് ഇവിടെ പോലീസ് ഉള്ളത്. പോലീസിന്റെ പണി കൃത്യമായി ചെയ്താ ഒരാൾക്കും അങ്ങനെ ഒളിച്ചു കഴിയാൻ പറ്റില്ലല്ലോ. പ്രതി ജില്ല ഭരിക്കുന്ന കളക്ടറുടെ ഭർത്താവാകുമ്പോ കീഴുദ്യോഗസ്ഥർക്ക് നിയമം നടപ്പിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ അല്ലേ? ആ ബുദ്ധിമുട്ട് നിങ്ങൾക്കാർക്കും ഉണ്ടാവില്ലല്ലോ. കാരണം നിങ്ങൾ ആരും എന്റെ കീഴ് ജീവനക്കാരോ ഞാൻ പറയുന്നത് കേട്ട് നിൽക്കേണ്ടവരോ അല്ല. അപ്പൊ നിങ്ങൾക്ക് പോലീസിനെയും കൂട്ടി എന്റെ വീട്ടിലേക്ക് വരാം. ഒന്ന് പരിശോധിച്ചോ. എല്ലാം വെറുതെ അങ്ങ് മനസ്സിൽ കണ്ട് വെച്ചങ്ങ് എഴുതി പിടിപ്പിക്കാതെ സത്യസന്ധമായി ഒന്ന് വന്ന് തിരക്കിയിട്ട് ആരോപണങ്ങൾ ഉന്നയിക്ക്. അതാണ് ചാനൽ ധർമ്മവും പത്രധർമ്മവും. അല്ലാതെ ഊഹാപോഹങ്ങൾ എഴുതി പിടിപ്പിക്കലല്ല. ഇങ്ങനെ ഒരു സ്പിരിറ്റ് ബന്ധം ഭർത്താവിൽ ആരോപിച്ച സ്ഥിതിക്ക് കുറച്ചുനാൾ ലീവ് എടുത്ത് മാറി നിന്ന് കേസന്വേഷണം സുഗമാക്കുന്നതല്ലേ ശരിയായ നടപടി? സഹോദരി, ഏതാ ചാനല്?